ഇന്ന് എനിക്ക് കുറച്ച് നാടൻ വെണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് പിഞ്ച് വെണ്ടയ്ക്കയാണ്. പിഞ്ച് വെണ്ടയ്ക്കയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒടിച്ചാൽ മതി. നല്ല ഒടിഞ്ഞതായ രണ്ടായിട്ട് ഇങ്ങനെ ഒടിഞ്ഞു വരും. അത് നമുക്ക് നല്ല സോഫ്റ്റാണ്, പിഞ്ച് വെണ്ടയ്ക്കയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതുകൊണ്ടുള്ളൊരു കറിയാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. ആദ്യമായി വെണ്ടയ്ക്കയുടെ ഞെട്ടിൻ്റെ ഭാഗവും താഴ്ഭാഗവും കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇത് നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഒരു അളവിലാണ് ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതെല്ലാം ഞാനൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് തൊണ്ടൻ മുളക് അല്ലെങ്കിൽ സാമ്പാർ മുളക് എന്ന് പറയും. ഈ മുളക് കിട്ടിയില്ല എങ്കിൽ നമ്മൾ സാധാ മുളക് ഒന്നിട്ടാലും മതി. ഇതുപോലെ കട്ട് ചെയ്ത് അതും ഇടണം. പിന്നെ ഒരു പിടി ചെറിയ ഉള്ളി, നമ്മൾ എത്ര വെണ്ടയ്ക്ക എടുക്കണോ അതിനൊരു കണക്കാക്കിയുള്ള ചെറിയ ഉള്ളി എടുക്കണം. എന്നിട്ട് അത് ഇതുപോലെ നാലായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെയാണ് കട്ട് ചെയ്തിടേണ്ടത്. അങ്ങനെ ഞാനത് എല്ലാം കട്ട് ചെയ്ത ഉള്ളിയെല്ലാം ഞാൻ വെണ്ടയ്ക്കയ്ക്ക് മുകളിലേക്ക് ഇട്ടു, ആ മുളകും ഇട്ടു. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് തേങ്ങയാണ്. ഈ തേങ്ങയുടെ പാലെടുക്കണം. നല്ല കട്ടി പാലെടുത്ത് ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വെണ്ടയ്ക്കയിലേക്ക് ചേർക്കണം. എന്നിട്ട് ഈ കട്ട് ചെയ്ത വെണ്ടയ്ക്കയ്ക്ക് താഴെ നിൽക്കണം. അതാണ് അതിൻ്റെതായ കറക്റ്റായിട്ടുള്ള അളവ്. എന്നിട്ട് നമുക്ക് ഇനി 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കാം. അല്ലെങ്കിൽ എത്രയാണ് നിങ്ങൾ എടുക്കുന്നത് അതിനനുസരിച്ചുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. അടയ്ക്കാം. തിളച്ചതിന് ശേഷം അടയ്ക്കണ്ട. നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് സ്പൂണിട്ടൊന്നും ഇളക്കേണ്ട ആവശ്യമില്ല. ഇത് പാല് വറ്റിയതിന് ശേഷം മാത്രം സ്പൂണിട്ട് ഇളക്കി എടുത്താൽ മതി. പിന്നെ ഇതുപോലെ ചട്ടിയിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ കുറച്ച് പാല് അവശേഷിക്കുന്ന സമയമാകുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യണം. കാരണം എന്തെന്നാൽ ചട്ടിയിലെ ചൂട് നന്നായിട്ടുണ്ടാവും. അപ്പോൾ അത് കൂടുതൽ ഡ്രൈ ആയിപ്പോവും. അപ്പോൾ ഒരു ചെറിയതായിട്ട് അല്പം ഒരു ലൂസായിട്ട് അല്പം ഒരു വെള്ളമയത്തിൻ്റെ കൂടെ എടുക്കണം. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റായിട്ട് എടുക്കാൻ പറ്റും. പിന്നെ തീരെ ഡ്രൈ ആക്കരുത്. അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും തയ്യാറാക്കണം. എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ ബൈ.